ബദരീങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ ഹാത്തിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇസ്ലാമിനെയും സംബന്ധിച്ചുള്ള ഒരു സ്വകാര്യത ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തു. പിന്നീട് അല്ലാഹു തആല അത് പുറത്തു നൽകുന്നുണ്ട്. അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ഹാത്തിബിനെ കൊല്ലട്ടെയോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറെ, നിനക്കറിയില്ലയോ, ഹാത്തിബ് എന്നവർ ബദറിൽ പങ്കെടുത്ത ആളാണ്. അല്ലാഹു തആല ബദരീങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയവരല്ല. അവർ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ബദറിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ബദറിൽ ഷഹീദായവരെ പോലെ തന്നെ ബദറിൽ പങ്കെടുത്തവർക്കും വളരെയധികം മഹത്വം അല്ലാഹു തആല നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഹാത്തിബ്. അദ്ദേഹത്തെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദരീങ്ങൾക്ക് അത്രയധികം മഹത്വം അല്ലാഹു തആല നൽകുന്നുണ്ട്. ബദരീങ്ങളുടെ കാവൽ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.